എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇതൊന്നും എനിക്കറിയില്ല രാമനാരായണ എന്ന് പറയാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ശ്രീ റസൂൽ പൂക്കുട്ടി എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസ്, എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. കാര്യം രണ്ടുപേരുടെ മുഖത്തെ ലൈറ്റിംഗ് വ്യത്യാസമാണ്. അങ്ങനെ കല്യാണത്തിൽ നിന്ന് വിഘടിച്ചു പോവുകയാണെങ്കിൽ ഡിവോഴ്സിന് പോവുകയോ സെപ്പറേഷന് പോവുകയോ ലീഗലി അത് മാറുകയോ ചെയ്തതിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയല്ലേ. ശ്രീ റസൂൽ പൂക്കുട്ടിക്ക് ഇങ്ങനെ ബന്ധമില്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകണം. അതെ, എനിക്കറിയില്ല അങ്ങനെ സ്റ്റാൻഡ് ഉണ്ടോ. ഇവിടെയാണ് ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് അവിടെ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ദിവസം നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ സജ്ന നൂർ എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തൻ്റെ വിഷമം മുഖ്യമന്ത്രി കേൾക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓസ്കാർ ജേതാവൊക്കെ ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിൽ 2 പുരുഷന്മാരാണ്. ഒരു വശത്ത് റസൂൽ പൂക്കുട്ടി നിൽക്കുന്നു, ഒരു വശത്ത് ഫിറോസ് ഖാൻ നിൽക്കുന്നു. രാഹുൽ ഈശ്വർ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഫിറോസും ശ്രീമതി സജനയും ഒക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഒരു അവതാർ എന്നൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. 1-2 കാര്യങ്ങളാണ്. ശ്രീ ഫിറോസിന് നേരെ ഒരുപാട് അനീതി ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു അനീതി ഞാൻ പറയാം, പെട്ടെന്ന് ആൾക്കാർ കൺവിൻസ്ഡ് ആകുന്ന നീതി. ശ്രീമതി സജന ഒരു ഫോട്ടോ ഇടുന്നു റസൂൽ പൂക്കുട്ടിയുമായിട്ട്. എന്നിട്ട് 7 ആഴ്ച പ്രഗ്നന്റ്, 9 ആഴ്ച പ്രഗ്നന്റ് ആണ്, 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അതിനുശേഷം താൻ ഹാക്ക് ചെയ്യപ്പെട്ടാണെന്ന് പറയും. എന്ത് വിശ്വാസ്യതയാണുള്ളത്? മനഃപൂർവ്വം വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നമ്പർ അല്ലേ അത്? ഇല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി ഓസ്കാർ ജേതാവാണ്, നമുക്കെല്ലാം അറിയുന്നത്. ഇന്ത്യയിലേക്ക് AR റഹ്മാൻ റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ കൊണ്ടുവന്നത്. ആ റസൂൽ പൂക്കുട്ടിയുടെ ഫോട്ടോ സജന ഇടുകയും താൻ 9 മാസം പ്രഗ്നൻ്റ് ആണെന്ന് മറ്റൊരാളുടെ ലീഗൽ വൈഫാണ്, അതായത് ഫിറോസിൻ്റെ ലീഗൽ വൈഫായ സജന പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് അത്തരം പല പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ശ്രീ ഫിറോസ് ശ്രീമതി സജനയ്ക്കെതിരെയും ശ്രീ റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർക്കെതിരെയും പരാതിയുമായി പോയി. ഫിറോസിൻ്റെ നിയമത്തിൻ്റെ കണ്ണിലൂടെ പോകാൻ മാത്രമല്ലേ കഴിയുള്ളൂ. ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് കുറേ കൂടെ ക്ലിയർ ആകാനുണ്ട്. ശ്രീ റസൂൽ പൂക്കുട്ടിക്ക് അദ്ദേഹത്തിന് ഭാര്യയും കുട്ടിയും കുടുംബവും ഒക്കെ ഉണ്ട്. സജനയുമായിട്ട് ബന്ധം അദ്ദേഹം അക്നോളജ് ചെയ്യുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ശ്രീ ഫിറോസിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അടക്കം പുരുഷന് പലപ്പോഴും നിയമപരമായൊരു സപ്പോർട്ടില്ല. ഞാൻ ഒറ്റ വരി തിരിച്ചു ചോദിക്കാം. നാളെ ഫിറോസ് ഖാൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഒരു ചിത്രമിട്ടിട്ട് മൈ വൈഫ് അല്ലെങ്കിൽ ഷീ ഈസ് 9 വീക്സ് പ്രഗ്നൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫിറോസ് ഖാനെതിരെ ജനരോഷം ഉണ്ടാവില്ലേ? ഫിറോസ് ഖാനെതിരെ ചതിക്കും, വൈഫിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ ആൾക്കാർ മുറവിളി കൂട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഇപ്പോൾ സജ്ന നൂറിന്റെ ഈ ഒരു ഫോട്ടോ ആഘോഷിക്കപ്പെട്ടതുപോലെ ഫിറോസിന്റെ ആഘോഷിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. അല്ല, ഫിറോസിന്റെ അല്ല, ഫിറോസും മറ്റൊരു പെൺകുട്ടി. അതായത് ഫിറോസ് ഒരു ഭാര്യയുള്ള സമയത്ത് മറ്റൊരു പെൺകുട്ടി ഫിറോസിൽ ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ ഫിറോസിനെ അനുകൂലിക്കും ആൾക്കാർ. അല്ല രാഹുൽ, ഇതിനകത്തുള്ള മറ്റൊരു വിഷയമുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ വരുന്നതിന് മുമ്പ് തന്നെ ഇവര് അകന്ന് ജീവിക്കുക തന്നെയായിരുന്നു. ഫിറോസ് ഖാനും അതുപോലെ തന്നെ സജ്നയും അകന്നാ ജീവിക്കുന്നതെന്ന് ഇവരുടെ ഓഡിയൻസിന് അറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോട്ടോ വരുന്നതിന് മുമ്പും സജ്ന റസൂൽ പൂക്കുട്ടിയുമായി ഒരുമിച്ചുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വന്ന ഫോട്ടോ മാത്രമാണ് ഫേക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത് സജ്നയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സജ്ന ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സജ്നയും ഒരാളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടെങ്കിൽ ആ അടുപ്പം തെളിയിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഇട്ടു. പക്ഷേ ആ ഒരു ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്കും താൻ പ്രഗ്നന്റ് ആണെന്നും ഇതിന് ഉത്തരവാദി അയാളാണെന്ന രീതിയിൽ ഇട്ട ഫോട്ടോ മാത്രമാണ് സജ്ന ഇടാതിരുന്നത്. മറ്റേത് തനിക്ക് ഇഷ്ടമുള്ളത്. ഞാനൊരു കാര്യം അങ്ങനോട് തിരിച്ചു ചോദിക്കാം. സജന ആ പറയുന്ന വിശദീകരണം വിശ്വാസയോഗ്യമാണോ? ആര് ഹാക്ക് ചെയ്തു? താങ്കളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തെങ്കിൽ താങ്കൾ പരാതി കൊടുക്കൂല? തീർച്ചയായും. സജന പരാതി കൊടുക്കാത്ത എന്താ? അല്ല, ഇനി കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. നമ്മള് പിന്നെ എങ്ങനെ തിരിച്ചു കിട്ടി? കള്ളം പറയുമ്പോൾ വിശ്വാസയോഗ്യ കള്ളം വേണം. സജന അല്ല ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നൊന്നും പറയുന്നുണ്ട്. പിന്നെ വേറെ ആരോ ആണ് സജനയ്ക്ക് കേറാൻ പറ്റിയില്ല. ശരി, അപ്പൊ തിരിച്ചെങ്ങനെ സജനയ്ക്ക് കിട്ടി? ചുമ്മാ കള്ളം പറയുമ്പോഴേ കുറച്ചെങ്കിലും വിശ്വാസയോഗ്യമായ കള്ളങ്ങൾ പറയണ്ടേ? അതായത് എൻ്റെ അക്കൗണ്ട് എന്നെ വെച്ച് പറയാം, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതേപോലെ ഫോട്ടോ ഇടുന്നു, കുറച്ച് കഴിയുമ്പോൾ വേറെ ആരോ ഡിലീറ്റ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ മിറാക്കുലസ് എനിക്ക് തിരിച്ചു കിട്ടും. താങ്കൾക്കാണിത് സംഭവിച്ചെങ്കിൽ താങ്കൾ പരാതി കൊടുക്കൂലേ? എന്നാൽ ഇതുവരെ സജന പരാതി കൊടുത്തിട്ടില്ലല്ലോ. തീർച്ചയായും അക്കൗണ്ട് ഹാക്ക് ആയിട്ട് ഫോട്ടോ ഇടുന്നത് മാത്രമല്ല, മറ്റാർക്കെങ്കിലും അനോണിമസ് ആയിട്ടൊക്കെ മെസ്സേജ് അയച്ചു പോയാലോ?
അപ്പോൾ എന്തുകൊണ്ടാണ് സജന പരാതി കൊടുക്കാത്തത്? സജനയ്ക്ക് കൃത്യമായിട്ട് അറിയാം ആ ഫോട്ടോ ഇട്ടത് സജന തന്നെയാണ്. ആ ഫോട്ടോ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇട്ടത്. അതിനുശേഷം ഡിലീറ്റ് ചെയ്താലും ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. രാഹുൽ, അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഫിറോസ് ഖാൻ മാത്രമല്ല ഇതിനകത്ത് വിക്ടിമായിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുന്ന സമയത്ത് മറ്റൊരു ഭാര്യയും കുട്ടികളും ഒക്കെ റസൂൽ പൂക്കുട്ടിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയണം. ശ്രീ റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു തന്റെ പേരോ ബാക്കി കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ലീഗൽ നോട്ടീസ് ഇട്ടുണ്ട്. കുറച്ച് വേഗാണത്. കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസും കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാം കൂടെ ചേർത്തായിട്ടിരിക്കുന്നത്. ശ്രീ റസൂൽ പൂക്കുട്ടിക്ക് എങ്ങനെ ബന്ധമില്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകണം. അതെ, എനിക്കറിയില്ല അങ്ങനെ സ്റ്റാൻഡ് ഉണ്ടോ എന്ന്. ശ്രീ റസൂൽ പൂക്കുട്ടിക്ക് ബന്ധമില്ല. കാര്യം താൻ റസൂൽ പൂക്കുട്ടിയിൽ പ്രഗ്നന്റ് ആണ് എന്ന് ഇംപ്ലേ ചെയ്താണ് സജന എന്തായാലും മെസ്സേജ് ഇട്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ സ്റ്റാൻഡ് അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രീ ഫിറോസ് DGPയെ കാണുകയും DGP ഓഫീസിൽ പോവുകയും പോലീസുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം ഇനി സജന തന്നെ വേറൊരു സ്ഥലത്ത് ഫിറോസിനെതിരെ വ്യാജ പരാതികൾ ഉന്നയിക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആണെന്നും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ശ്രീ സജനയെ നിയമപരമായ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഏത് രീതിയിലും ഫിറോസിനെ കൊടുക്കാനും ഫിറോസിനെ ത്രെറ്റിലാക്കാനും അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്താനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഫിറോസ് സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, ഫിറോസിൻ്റെ ഭാഗത്താണ് നീതിയും ന്യായവും എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെ കേട്ട കാര്യങ്ങളിൽ വെച്ച് ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫിറോസ് തൻ്റെ ഈ യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഇവരുടേതാണെന്നുള്ള ഇവരുടെ കുറച്ച് ഓഡിയോ ക്ലിപ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്സിനകത്തിൽ ഞാൻ ആ ഓഡിയോ ക്ലിപ്സ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടായി. സജ്ജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ആ ഒരു പ്രശ്നത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായി. അതിൽ സഞ്ജനയ്ക്ക് റസൂലിനോട് അത്യാവശ്യം നല്ല ദേഷ്യം ഉണ്ടായിട്ട് ആ ഓഡിയോയിൽ പറയുന്നുണ്ട് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് മനഃപൂർവ്വം ഇത് എല്ലാവരും ചർച്ച ചെയ്തോട്ടെ എന്തായാലും ആയിരിക്കാം. അവിടെയാണ് ശ്രീ റസൂൽ പൂക്കുട്ടി, നമുക്കെല്ലാം അറിയുന്ന ഓസ്കാർ ജേതാവായ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? 3 കാര്യങ്ങൾ. 1, സജനയുമായി ബന്ധമുണ്ടോ? 2, സജന പ്രഗ്നന്റ് ആയെങ്കിൽ, എനിക്കറിയില്ല ആയോ ഇല്ലയോ എന്ന്, പ്രഗ്നന്റ് ആയെങ്കിൽ അത് റസൂൽ പൂക്കുട്ടിയുടെ കുട്ടിയാണോ? 3, അദ്ദേഹത്തിന് കുടുംബത്തോട് ഇപ്പോൾ ഉള്ള നിലപാട് എന്താണ്? എല്ലാവരും ഒരേ കാലത്ത് ഒരേപോലെ കല്യാണത്തിൽ ഉറച്ചു നിന്നോണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പം ശ്രീ വിജയ്, നമ്മുടെ തമിഴ് ജോസഫ് വിജയ്, നമ്മുടെ എല്ലാം ആരാധ്യനായ നായകനും നേതാവുമാണ്. അദ്ദേഹം ഫാമിലിയുമായിട്ട് ഇപ്പോൾ ഒരു ഡിവോഴ്സ് നടക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ സാധാരണ മര്യാദ എന്താണ്? അങ്ങനെ കല്യാണത്തിൽ നിന്ന് വിഘടിച്ചു പോവുകയാണെങ്കിൽ ഡിവോഴ്സിന് പോവുകയോ സെപ്പറേഷന് പോവുകയോ ലീഗലി അത് മാറുകയോ ചെയ്തതിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ശ്രീമതി സജന അങ്ങനെ പോയിട്ടില്ല. ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ നിലപാട് എന്താണെന്ന് അറിയില്ല. ഇവിടെ യഥാർത്ഥ ഇര അഥവാ വിക്ടിം ശ്രീ ഫിറോസ് ഖാനാണ്. അദ്ദേഹത്തെ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ അബ്യൂസ് ചെയ്യുന്നു, കഴിവില്ലാത്തതെന്ന് പറയുന്നു, ബാക്കി ഒരുപാട് മോശം പദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ചില കമന്റ്സ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അവഗണന കൊണ്ടാണ് നിന്റെ അദ്ദേഹം എന്ത് ചെയ്യാനാ? ശ്രീ ഫിറോസ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ശ്രീമതി സജനയ്ക്ക് അങ്ങനെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാം. ദേ ക്യാൻ ഫോൾ ഔട്ട് ഓഫ് ലവ്, ഫോൾ ഔട്ട് ഓഫ് റിലേഷൻഷിപ്പ്, സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഈ ചെയ്യേണ്ടത്. ഡിവോഴ്സിന്റെ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യണം. കള്ളക്കേസ് കൊടുക്കുമെന്നോ വ്യാജ പരാതി കൊടുക്കുമെന്നോ വ്യാജ പോക്സോ ഉണ്ടാക്കുമെന്നോ ഇല്ലാത്ത ആരോപണങ്ങളിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ച് പണ്ട് ഫിറോസ് അങ്ങനെ ചെയ്തു എന്ന് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥത്തിൽ 3 പേരെ എടുത്താൽ ശ്രീ ഫിറോസ്, ശ്രീ റസൂൽ പൂക്കുട്ടി, ശ്രീമതി സജന. ശ്രീമതി സജനയുടെ നിലപാടുകളാണ് ഏറ്റവും സംശയാസ്പദം. ശ്രീമതി സജന എടുക്കുന്ന നിലപാടുകളിൽ ക്ലാരിറ്റി ഇല്ല. അവർ പറയുന്ന കാര്യങ്ങൾ വേഗമാണ്. അവർ മനഃപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ പച്ചക്കള്ളവും പറയുന്നു. പിന്നെ കുറച്ച് ക്രൈമിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. ഫിറോസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയം BMW ബന്ധപ്പെട്ട് അത് 2 പേരുടെ ജീവിതം തകർത്തതിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ സജനയെക്കാട്ടിലും കുറച്ചുകൂടെ റസൂലിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്തെ പറ്റിയിട്ടാണ് ഫിറോസ് എടുത്തു പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതാ പറഞ്ഞു. 1, സജനയുടെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രസ് മീറ്റ് വിളിക്കാം, അദ്ദേഹത്തിന് നോട്ടീസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. ഇതൊന്നും ശരിയല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വളരെ വേഗമായ ഒരു സാധനമാണ്. പക്ഷേ ശ്രദ്ധിച്ച് കാണും, വേഗമായി എൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ പേര് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഒരു ലീഗൽ നോട്ടീസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ ഫിറോസിൻ്റെ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഉള്ളത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായ അദ്ദേഹത്തിന് ഓഡിയോയും മറ്റും തെളിവുകളുണ്ട്. 2, അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി 2 പരാതികൾ കൊടുത്തു. 1 റസൂൽ പൂക്കുട്ടിക്കെതിരെയും കൊടുത്തു, 1 സജനയ്ക്കെതിരെയും കൊടുത്തു. അപ്പോൾ ഇതുവരെ ലീഗലി ക്ലിയറായി നിൽക്കുന്നതും ധാർമ്മികമായി ശരിയായി നിൽക്കുന്നതും ഫിറോസിൻ്റെ നിലപാടാണ്. കുറച്ച് ഗ്രേ ഏരിയയിലാണ് റസൂൽ പൂക്കുട്ടി. അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ. ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം നാളെ അദ്ദേഹം പറയണം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ കൊടുക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യമാണ്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ സജ്ജന ഈ ഒരു ഫോട്ടോ, സജ്ജനയുടെ അക്കൗണ്ട് ഈ ഫോട്ടോ വന്നതിന് ശേഷം ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് ആൾക്കാരൊന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഒന്നാമത് ദിയാസന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ദിയാസന പറഞ്ഞത് എൻ്റെ അക്കൗണ്ട് ഒരു പരിഹാസപരമായിട്ട് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെയാണെന്ന് പറയണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സായി കൃഷ്ണയാണ് അതിൻ്റെ അടിയിൽ വന്ന് ആദ്യം കൺഗ്രാജുലേഷൻസ് ഇട്ടത്. പിന്നീട് അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു, ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ളത് സജ്ജന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൺഗ്രാജുലേഷൻസ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം കൂടെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ റസൂൽ വന്ന് റസൂലിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്, എനിക്ക് ഇവരുമായിട്ടൊന്നും ഒരു പരിചയവും ഇല്ല, എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഈ ഫിറോസ് ഖാൻ പുറത്തുവിട്ട കുറച്ച് ഓഡിയോ ക്ലിപ്സ് ഇല്ലേ, അതൊരു പണിയാവത്തില്ലേ? ശ്രീ റസൂൽ പൂക്കുട്ടിക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാര്യം ചില ഓഡിയോ ക്ലിപ്പുകളിലും മറ്റും മെൻഷനും കാര്യങ്ങളും ഉണ്ട്, അറിയില്ല. എനിക്ക് ശ്രീമതി ദിയാസനയോട് 100 കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം തർക്കിക്കുന്നതാണ്. പക്ഷേ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സ്ത്രീപക്ഷ വിഷയങ്ങൾ, അവരുടെ നിലപാടുകൾ ശക്തമായി ഉയർത്തുകയും എന്നാൽ ബാക്കി ആരോടും വിരോധമോ വെറുപ്പോ ഉള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലൈൻ, ഞങ്ങളുടെ ഇടയിൽ തീവ്ര പുരുഷവാദി ലൈൻ പിടിക്കുന്നത് പോലെ തീവ്ര ഫെമിനിസ്റ്റ് ലൈൻ പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അവർ പറയുന്ന ആ കാര്യത്തിൽ റീസണബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ഞാൻ പലപ്പോഴും ബഹുമാനിക്കുന്ന ഒരാളാണ് ദിയാസന. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഫുള്ള് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇതൊന്നും എനിക്കറിയില്ലേ രാമനാരായണ എന്ന് പറയാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ശ്രീ റസൂൽ പൂക്കുട്ടി എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസ്, എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. കാര്യം രണ്ടുപേരുടെ മുഖത്തെ ലൈറ്റിംഗ് വ്യത്യാസമാണ്. അതായത് ശ്രദ്ധിച്ചോന്നറിയില്ല, ശ്രീ റസൂൽ പൂക്കുട്ടിയും ശ്രീമതി സജനയും കൂടി വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. അതിൽ റസൂൽ പൂക്കുട്ടിയുടെ മുഖത്തെ ലൈറ്റിങ്ങും ശ്രീമതി സജനയുടെ മുഖത്തെ ലൈറ്റിങ്ങും വേറെയാണ്. അത് എഡിറ്റഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് അറിയില്ല, എനിക്കറിയില്ല. ആ പിക്ചറിന്റെ വെറാസിറ്റി എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം റസൂൽ പൂക്കുട്ടി ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ശ്രീ റസൂൽ പൂക്കുട്ടി സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും എൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ്, എൻ്റെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുകയാണ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെങ്കിൽ പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ വലിയൊരു കലാകാരനെ പല രീതിയിൽ ധരിക്കാൻ ആൾക്കാർ നിർബന്ധിതമാകും. അത് ക്ലാരിഫൈ ചെയ്യേണ്ട അദ്ദേഹമാണ്. പക്ഷെ സജന 2-3 കാര്യങ്ങൾ പറയേണ്ടത്, ഈ ഒന്ന് ഒരാളുടെ ഭാര്യ ഇരിക്കുമ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് തുടങ്ങിയ സാധനങ്ങൾ ഇട്ടത് ശരിയായില്ല. 2, അതിന് മനഃപൂർവ്വം ഒരു ബാക്ക്ലാഷ് ഉണ്ടായപ്പോൾ അതിന് കള്ളം പറയാൻ വേണ്ടി അക്കൗണ്ട് ഹാക്കായി എന്നൊക്കെ പറയുന്നതിലും വിശ്വാസയോഗ്യതയില്ല. പിന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനെ പോയി കണ്ടത് പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഇൻസെക്യൂരിറ്റി പോയി കണ്ടതായിരിക്കാം. അതായത് താൻ ഭയങ്കരമായ കോർണർ ചെയ്യപ്പെടുന്നു എന്നൊക്കെ തോന്നുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനൊന്നും അറിഞ്ഞു പോലും കാണില്ല. ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും അറിഞ്ഞു പോലും കാണില്ല. സഹോദരനെ പോലെ തൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി ഉണ്ടെന്നൊക്കെ പറയുന്ന ആലങ്കാരികമായ മാതൃഭൂമി മനോരമയൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രീ വി ഡി സതീശൻ ഒരു വിഷയമൊന്നും അറിഞ്ഞു പോലും കാണില്ല. അദ്ദേഹം ഒരു കലാകാരി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പ്രമുഖയായ യൂട്യൂബറും ഉണ്ടായിരുന്നു, 2 പേരും കൂടാണ് പോയത്. അപ്പോൾ അവർ 2 പേരും കൂടെ വരുന്നു, അദ്ദേഹം അവിടെ റിസീവ് ചെയ്തു. ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം ചെയ്തായിരിക്കാനാണ് സാധ്യത. ഇതുവരെ എനിക്കറിയില്ല, ഇതുവരെ ശ്രീമതി സജന പരാതി കൊടുത്തിട്ടില്ല അല്ല, പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഞാൻ വരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ സജനയുടെ ഭാഗത്ത് നിന്നുള്ള പല കാര്യങ്ങളും സസ്പീഷ്യസ് ആണ്. ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിൽ ശ്രീ ഫിറോസ് ഖാൻ ചെയ്ത കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ട്. ഇനിയും കുറച്ചെന്തോ തെളിവുകളൊക്കെ കയ്യിലുണ്ട്, വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ റസൂൽ പൂക്കുട്ടിയുടെ ഭാഗം, അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് നമ്മളെല്ലാം ഓസ്കാർ വേദിയിൽ കണ്ടതിന് ശേഷം, അത് ഇന്ത്യക്ക് ഓസ്കാർ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ ഒരു സ്പഷ്ടമായിട്ടൊരു ഉത്തരം കിട്ടിയാൽ നല്ലതായിരുന്നു. കാര്യം നമുക്കെല്ലാം മനസ്സിൽ ഇന്നും ഒരു സംശയത്തിന്റെ ആനുകൂല്യം അദ്ദേഹത്തിനോടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാം കാണുന്നതിലും വലിയൊരു കലാകാരനാണ് എന്നുള്ള കാര്യം കൊണ്ടും ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം ഇത്തരം കേസുകളിൽ ഈ രീതിയിൽ ഇടപെടുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഫിറോസ് ഖാനുമായിട്ട് രാഹുൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സജ്ജനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവുകൾ രാഹുലിനെ കാണിച്ചിട്ടുണ്ട്? അല്ല, ശ്രീ ഫിറോസ് ഖാന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പൊസിഷൻ ക്ലാരിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 1, 2, അദ്ദേഹത്തിന്റെ വിഷമവും വേദനയും എന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ഒരു സഹോദരനായിട്ട് എടുത്താൽ, ഫിറോസ് എന്ന പേര് മാറ്റി വെക്കാം, ഫിറോസ് ഖാനെ മാറ്റി വെക്കാം, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് കല്യാണമുണ്ട്, കുട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ രീതിയിൽ അപമാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം തകർന്നു. നമുക്കൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ ഇങ്ങനൊരു ദുരിതം വന്നാൽ നമുക്ക് ആയി കഴിയും. 2, സജന പറയുന്നത് സജനയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ്. എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം നേരിട്ടുള്ളൊന്നും എനിക്കറിയില്ല. ഫിറോസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നേരിട്ടതായി സജന വലിയ രീതിയിൽ ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. തനിക്ക് എന്തൊക്കെയോ മാനസിക ഹരാസ്മെൻറ്റും പ്രശ്നങ്ങളും നേരിടുന്നു എന്ന് വേഗമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ.
അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഫിറോസിൻ്റെ പക്ഷത്താണ്, പുരുഷനായതുകൊണ്ടല്ല, പക്ഷേ ഫിറോസിൻ്റെ പക്ഷത്താണ് ന്യായവും നീതിയും എന്നാണ് തോന്നുന്നത്. ആ നീതിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ധൈര്യമായി പോയി SHOയ്ക്ക് പരാതി കൊടുത്തു, അദ്ദേഹം ധൈര്യമായി പോയി DGPക്ക് പരാതി കൊടുത്തു, അദ്ദേഹം ശ്രീമതി സജന ചെയ്തതുപോലെ മുഖ്യമന്ത്രിയെ കണ്ടൊരു ഫോട്ടോ എടുത്ത് ഇമോഷണലായൊരു കുറിപ്പെഴുതി അതിൻ്റെ സൗജന്യത്തിൽ രക്ഷപ്പെടാൻ നോക്കിയതല്ല. പക്ഷെ എനിക്കിപ്പോഴും പ്രതീക്ഷ ശ്രീ റസൂൽ പൂക്കുട്ടി വന്ന് ഇതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുമെന്നുള്ളതാണ്. കാര്യം അദ്ദേഹം നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹം ഇത്തരം ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രശ്നത്തിൽ ഏർപ്പെടാതിരിക്കട്ടെ അല്ലെങ്കിൽ ഉൾപ്പെടാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.